അദ്ദേഹത്തിന്റെ ഡീല് നടത്തിയ പരാജയപ്പെടുന്ന ഞാൻ പറഞ്ഞത്. അതായത് ദേശീയ നേതൃത്വവും പിണറായിയും തമ്മിൽ കേരളത്തിലുണ്ടാക്കിയ കൊടുക്കൽ വാങ്ങൽ, വോട്ടിന്റെ ആ ഡീല് പൊളിയും. യഥാർത്ഥ വിശ്വാസികൾ ഈ കള്ളക്കടത്ത് നടത്തിയവർക്കെതിരെ, അതിന് കൂട്ടുനിന്നവർക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് രാഷ്ട്രീയമല്ല, അവരുടെ വൈകാരികമായ പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ കാണും. അതുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയെ മാറ്റിവെച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേക രാഷ്ട്രീയമാണ്, BJPക്ക് ഒരു അഡ്ജ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അവിടെ വല്ല പൊളിറ്റിക്സും കൃത്യമായ പൊളിറ്റിക്കൽ വോട്ട് ഏൽപ്പാട് നടന്നേക്കാം. എവിടെ കുറയാൻ ഒരു സാധ്യതയില്ല. UDF വോട്ട് കേരളത്തിൽ ഒരു സ്ഥലത്തും കുറയില്ല, വർദ്ധിക്കല്ലാതെ. കുറയുന്നത് ആളുകളെ നമുക്ക് കാണും. മറ്റ് 13 ജില്ലകളിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ടുകളിൽ കുറവ് സംഭവിച്ചാൽ അത് UDFന് ലഭിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും, അതൊരു തർക്കമില്ല. അത് പറയാൻ ഒരു മടിയില്ല. എന്താണ് BJP വോട്ട്, അവരുടെ അനുഭാവ വോട്ട്, BJP പ്രവർത്തകരുടെ വോട്ട്, ഈ പറയുന്ന ഈ അമ്പല കള്ളന്മാർക്കെതിരെ പിന്നെ ആർക്കവർ വോട്ട് ചെയ്യുക? ആർക്ക് വോട്ട് ചെയ്യും? പിണറായിനെയാണ് തോൽപ്പിക്കേണ്ടത്. BJPക്ക് വോട്ട് ചെയ്തിട്ടൊരു കാര്യമില്ല. പിണറായിസത്തെ തോൽപ്പിക്കണമെങ്കിൽ, ഈ കള്ളവന്മാരെ പിടികൂടണമെങ്കിൽ ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് വിശ്വാസികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും തെറ്റ്. ഒരു മാനദണ്ഡമില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ മാസ് സൈക്കോളജിയെ കുറിച്ചാണ്. നിങ്ങൾ ആരും കാണാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പത്രമാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ സർവേ ആളുകളോ പോയിട്ട് ഒരു സാധാരണക്കാരനോടൊരു വോട്ട് എന്താണ് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങൾ ആരെ പിന്തുണക്കുന്നു ചോദിച്ചാൽ അവർക്ക് കൃത്യമായി ആൻസർ പറയാൻ പറ്റുന്ന 5%, 10% ആളുകൾക്കാണ്. 90% ആളുകൾക്കും അവരുടെ മനസ്സിലുള്ള യഥാർത്ഥ ഫീലിംഗ് കൺവേ ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഒരുപാട് ബാരിക്കേഡുകളുണ്ട്, ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ ആളുകൾ പറയുന്ന, നമ്മൾ ഈ മൈക്ക് കൊടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കപ്പുറം ഇതിന്റെ ഒരു അടിയൊഴുക്കുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വോട്ട് ചോരുന്നത് ആർക്കെങ്കിലും മണത്തറിയാൻ സാധിക്കുമോ? ആരെങ്കിലും അത് പ്രകടിപ്പിക്കുമോ? അത് എണ്ണുന്ന സമയത്തേ അറിയുള്ളൂ മാഡം. അല്ല, നിഷ്പക്ഷപാതികൾ എന്തായാലും മാറും, അത് നോ ഡൗട്ട്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചും സഖാക്കളെ കുറിച്ചും BJP പ്രവർത്തകരോ അനുഭാവികളോ ആയിട്ടുള്ള വിശ്വാസി സമൂഹത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ 2 വോട്ടും വരാൻ പോകുന്ന UDFന് അനുകൂലമാണ്. അത് നമ്മൾ നോക്കിയാൽ കാണില്ല, ചോദിച്ചാൽ കേൾക്കില്ല, ടോർച്ചടിച്ച് നോക്കിയാൽ കാണാൻ കഴിയില്ല. അത് പോളിംഗ് ബൂത്തിലെ ഒരു പ്രതികരണമായിട്ട് 4-ാം തീയതി നമുക്ക് കാണാൻ സാധിക്കും. അല്ല, അത് ചർച്ച എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, വളരെ വിശാലമായ പാർട്ടിയാണ്. അതിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ശേഷിയും അതിനുള്ള സംവിധാനങ്ങളൊക്കെ അതിലുണ്ട്. അതിലിപ്പോ ഞാൻ അഭിപ്രായം പറയണ്ടല്ലോ. അത് ഗുണാണോ ദോഷാണോ എന്നൊക്കെ പറയേണ്ടത് അതുമായി ബന്ധപ്പെട്ടവരാ. ഞാനെങ്ങനെ അഭിപ്രായം പറയാം? അല്ല, ഒരു കാര്യങ്ങൾ സമ്മതിച്ചല്ലോ, കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടാവും നിങ്ങൾ സമ്മതിച്ചല്ലോ. ആ മുഖ്യമന്ത്രി ആവാന് ഒരു 3, 4, 5 ആളുകള് കപ്പാസിറ്റിയില്ല, കോൺഗ്രസിലെ ലീഡർഷിപ്പ് ഉണ്ട് എന്ന് നിങ്ങൾ അംഗീകരിച്ചല്ലോ. അതുകൊണ്ടാണല്ലോ ആര് മുഖ്യമന്ത്രിയാവുന്ന ചർച്ച. മറ്റൊടുത്ത് എന്താ അങ്ങനെ ഒരു ചർച്ചയുണ്ടോ? ജനങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? പാർട്ടിക്കാർക്ക് പറയാൻ പറ്റുമോ? ഓഡിറ്റ് ബ്യൂറോക്ക് പറയാൻ പറ്റുമോ? സെക്രട്ടേറിയറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ തന്നെ മുഖ്യമന്ത്രി, ഞാൻ ഇരിക്കല്ലേ. 3500 കോടി രൂപയാണ് പോസ്റ്റർ വെച്ചത്, ഞാനല്ലാതെ മറ്റാരുണ്ട് കേരളത്തിലൊട്ടാകെ? അതല്ല അപ്പുറത്തെ സ്ഥിതി. ഹോർഡിങ്ങൾ കണ്ടാൽ എപ്പോഴും എടുത്തു മാറ്റിയിട്ടില്ലല്ലോ. 500 ചില്ലാനം കോടി രൂപ നമ്മൾ നികുതി കൊടുത്ത പണം ഞാനല്ലാതെ ഇവിടെ ആരാ ഉള്ളതെന്ന് ചോദിക്കാൻ. അങ്ങനെ ഒരു ധിക്കാരിയുടെ മുഖം ഈ കേരളം മുഴുവൻ ജനം കണ്ടതാ. ആ ധിക്കാരത്തിന് വോട്ട് വേറെ ഉണ്ടാവും ഇവിടെ. കോൺഗ്രസ് അതല്ല, അതിന് ശേഷിയുള്ളവരെ കുറിച്ച് അപ്പുറം ഇപ്പുറം ആളുകൾ സംസാരിക്കുന്നു. അതൊരു ജനാധിപത്യ പാർട്ടിയാണ്, അതിനൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവും. എന്നാലും കോൺഗ്രസ് മുഖ്യമന്ത്രിയാകും എന്നില്ലടത്ത് നിങ്ങൾ എല്ലാവരും എത്തിയല്ലോ. ഓ അല്ല, അങ്ങനെ ശരിയാണെങ്കിൽ ഇപ്പൊ ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ പൊതു സ്വതന്ത്ര ചിന്താഗതിയുള്ള ആളുകളെ സംബന്ധിച്ച് നമ്മളൊരു പൊളിറ്റിക്കൽ എന്താ പറയാ ധാർമ്മിക പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മളോടൊപ്പം നിന്ന ഒരുപാട് ആളുകൾ, ഇനി വരാൻ നിൽക്കുന്ന ആളുകൾ, മറിഞ്ഞു നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ആളുകൾ ഇവരൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരുമിച്ച് ഒരു പ്രത്യേക സംവിധാനത്തിലേക്ക് പോകാൻ കഴിയില്ല. ഇതൊരു ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമായിട്ട് നമുക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ. അതൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യും, നിങ്ങൾ ബേജാറാവണ്ട.
നിങ്ങളെടുത്താലും ഒന്നും വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ തന്നാ വാങ്ങും ചെയ്യാം. ഓ ഇല്ല അതൊന്നും തീരുമാനമായിട്ടില്ല. ഞാൻ പറഞ്ഞൊരു 10-15 ദിവസത്തെ അണ്ടർ ഡിസ്കഷനിൽ ഉണ്ടാവുന്നില്ല. ഏതിനാ? അല്ല, സ്ട്രോങ് റൂം തുറക്കുന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവൊന്നുമല്ലത്. അത് കൃത്യമായും അതിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ചില സീറ്റുകൾ ജയിപ്പിച്ചു കൊടുക്കാം എന്ന് പിണറായി കരാറെടുത്തത് ഫലപ്രദമാവുന്നില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച രാഷ്ട്രീയമാണ്. അപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് പിണറായി പറഞ്ഞ കരാറ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടി മാറ്റിയിട്ടോ മെഷീൻ മാറ്റിയിട്ടോ ഹാക്ക് ചെയ്തിട്ടോ അവരെ ജയിപ്പിക്കാനുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻ നടക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളെന്നെ ആലോചിച്ചു, ഇത്രയും ദിവസമായിട്ട് കൃത്യമായ കണക്ക് തരാത്തത് എന്താ? പണ്ട് എഴുതി കൂട്ടിയ കാലത്ത് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയെടുത്ത കടലാസിൽ നമ്മൾ വോട്ട് ചെയ്ത് അത് പെട്ടിയിലിട്ട് ആ പെട്ടി എടുത്ത് അത് തുറന്ന് എണ്ണി കണക്കാക്കി ഈ നാട്ടിൽ മുഴുവൻ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് മൊത്തം എല്ലാ കണക്കും കിട്ടിയിരുന്നു. ഈ ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന ഒരു സംവിധാനത്തിൽ ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ അർത്ഥം? അല്ല, തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കൂട്ടുകെട്ടും ഭരണാധികാരികളുടെ ഇടപെടലും ഇതിലുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പോയിട്ട് ഡയറി മറന്നു വെച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥന് പോയിട്ട് അല്ലെങ്കിൽ എന്താവട്ടെ അങ്ങനെ പോയി തുറക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല. ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ല. ചോദിക്കാനും പറയാനുള്ള ഒരു ഗവൺമെന്റ് ആണല്ലോ മൗനം ഭജിക്കുന്നതും ഇതിന് പിന്തുണ നൽകുന്നതും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത്. ഇന്ന് വരെ ഒരു CPM-കാരനോ ഒരു മുഖ്യമന്ത്രിയോ ഒരു പാർട്ടി സെക്രട്ടറിക്കോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്ക് കൊടുക്കാത്തതിൽ ഒരു പരാതിയില്ല. അപ്പൊ എന്താ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്? ആദ്യം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാറുണ്ടായിരുന്ന വ്യക്തികളാണ് ഇതൊക്കെ. ഇവരൊക്കെ സംസാരിക്കാൻ അറിയാത്തവരോ കാഴ്ചപ്പാടില്ലാത്തവരോ അല്ല. അവിടെയാണ് വിഷയം. അപ്പൊ നമ്മൾ സംശയിക്കുന്നുണ്ട് പൂർണ്ണമായിട്ടും. ഓ ആ, തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുകളിൽ ഈ പറയുന്ന സംസ്ഥാന ഗവൺമെന്റിന് നല്ല എന്താ പറയാ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് നടക്കുമോ? സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ട വിഷയമല്ലേ? ഗവൺമെന്റിന് ഉത്തരവാദിത്തല്ലേ? ആ ഗവൺമെന്റ് മൗനം ഭജിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മളെന്താ അതിൽ നിന്ന് കൂട്ടി വായിക്കേണ്ടത്? ഇവർ തമ്മിലുള്ള ഒരു നെക്സസ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ? ഇല്ല, വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ. അതാണ് അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ല, അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇല്ലല്ല, നമ്മളിപ്പോ ഇവരൊക്കെ കാണുന്നുണ്ട്. നമ്മളെ പഴയ സഖാക്കളാണ്, നമ്മളെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇന്നലെ സുരേഷിനെ കണ്ടു, നാളെ G. സുധാകരനെ കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പയ്യന്നൂർ പോകുന്നു. കാരണം ഇവരെ കാണണല്ലോ. ഞാൻ ഉയർത്തിയ വിഷയം, ഞാൻ 1.25 വർഷം മുമ്പ് ഉയർത്തിയ അതേ വിഷയം തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. ഇവർക്ക് ഈ ഒരു അവസാന ഘട്ടത്തിലാണ് പുറത്തേക്ക് വരാനുള്ള ശേഷി ഉണ്ടായത്. ഞാൻ എടുത്ത പോലെ റിസ്ക് എടുക്കാൻ കഴിയുന്നവരായിരുന്നില്ല അവര്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്നാലും അവസാന ഘട്ടത്തിലെങ്കിലും അവരങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഉയർത്തിയ പിണറായിസത്തെ പിന്തുണച്ചുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ പുറത്തു വന്ന സഖാക്കളാണ്. അവരെ കാണുക, അവർക്ക് ധാർമ്മിക പിന്തുണ കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. ഞാൻ തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് അന്ന് ഫോൺ വഴിയിലെ കമ്മ്യൂണിക്കേഷൻ അല്ലാതെ ഒന്നും നടന്നിട്ടില്ല. അപ്പം വ്യക്തിപരമായിട്ടൊന്ന് കാണുക, എന്താ പറയാ, ആ സൗഹൃദം പുതുക്കുക, അത്രേ ഉള്ളൂ. അല്ല, നമ്മളെല്ലാവരും നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ക്ഷണിക്കാലോ. അതിനല്ലേ പുതിയ പാർട്ടി, പുതിയ ആശയം. അപ്പൊ നിങ്ങൾ ഉൾപ്പെടെ അതിലിപ്പോ കുഞ്ഞികൃഷ്ണേട്ടനെയും ഗോവിന്ദ മാഷിയൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും ക്ഷണിക്കല്ലോ. ഇല്ല, നമ്മൾ ജനറൽ കാര്യങ്ങളെ സംസാരിച്ചിട്ടുള്ളൂ. അത്തരം കാര്യങ്ങളൊക്കെ UDF-മായിട്ടുള്ള ലീഡർഷിപ്പുമായി നന്നായി സംസാരിച്ച ശേഷമല്ലേ തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ പിണറായിസത്തെ എതിർത്തുകൊണ്ട് പുറത്തേക്ക് വന്നവർ, ഇനി വരാൻ നിൽക്കുന്നവർ, ഒരുപാട് ഇടതുപക്ഷവാദികളുണ്ട്. അവർക്ക് സേഫായിട്ട് നിൽക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇവിടെ ആവശ്യമാണ്. അത് തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാക്കി പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ട് അതൊന്ന് UDF ലീഡർഷിപ്പ് കോഴിക്കോട് ഇരിക്കുന്നുണ്ട്. അത് അതിന്റെ ലീഗൽ ആസ്പെക്ട് എന്താണ്, എങ്ങനെയാണ് അതിനെ കോടതിയിൽ സമീപിക്കാൻ പറ്റുക എന്നുള്ള കാര്യം പഠിച്ചതിന് ശേഷം തീരുമാനം എടുക്കാമെന്ന് മതി. ഓക്കെ. ഓ,
സംസ്ഥാന ചീഫ് കോടതി